യാഥാർത്ഥ്യങ്ങളെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പെരുന്നാട് പഞ്ചായത്ത് ബി.ജെ.പിക്ക് സ്വാധീനമുള്ള പഞ്ചായത്താക്കി മാറ്റാൻ അവർ വലിയ ശ്രമം നടത്തിയിരുന്നു. അതെല്ലാം പരാജയപ്പെട്ടു പോയി. തുടർച്ചയായി അവർ പരാജയപ്പെടുന്ന ഘട്ടമെത്തിയപ്പോൾ അവർ പലതരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചു. ഇപ്പോൾ ഏറ്റവും അവസാനം കഴിഞ്ഞ 2-3 മാസക്കാലങ്ങൾക്കിടയിൽ അവിടുത്തെ CPM-ന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകർക്ക് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കടക്കം മർദ്ദനം ഏൽക്കുന്ന സാഹചര്യമുണ്ടായി. നിരവധി സംഘർഷങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടായി. നിരവധി ആളുകൾ സംഘപരിവാർ ബന്ധം ഉപേക്ഷിച്ച് ജില്ലയിലാകെ DYFIക്കും CPM-നൊപ്പം ചേരുന്നത് പോലെയുള്ള ഒരു നീക്കം പെരുന്നാട്ടിൽ നടക്കുന്നത് കൂടി കണ്ടുകൊണ്ടാണ് നേതൃത്വത്തിന്റെ അറിവോടുകൂടി ഇങ്ങനൊരു കൊലപാതകം അവർ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കൃത്യമായി അവര് അജണ്ട തയ്യാറാക്കി. ഒരു പെട്ടെന്നൊരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ വെറുതെ വന്നതല്ല. അവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പരസ്പരം നോക്കി കണ്ണുകൊണ്ട് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഈ ആരോപണങ്ങൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് മനുഷ്യനെ കൊല്ലാൻ വേണ്ടി മാരകായുധങ്ങളുമായ സ്ഥലത്തെത്തിച്ചേരുമോ? അവർ കൃത്യമായി നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നതാണ്. ഒരു സംഘർഷം, ഒരു കൊലപാതകം BJP ജില്ലയിൽ ആഗ്രഹിച്ചിരുന്നു. ആ BJP നേതൃത്വത്തിന്റെ അറിവോടുകൂടി അവർ അത് ഉപയോഗിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ